അവര് തൊട്ട് താഴെ നമുക്ക് ഇവിടുന്ന് ചാടിച്ചങ്ങ് അടിച്ചാലോ? നമുക്കിപ്പോ മേളിൽ നിക്കാം. അവരെവിടെ നേരെ താഴെ? അത് റെഡ് വണ്ടിയിലാണോ? ഫുഡും വാട്ടർ കഴിക്കാം. ഇതെനിക്ക് ഒരു ചെറിയ ഒരു കത്തലുണ്ട്. അത് കേവി ആണോ? ആരായിട്ടാ സിറ്റുവേഷൻ ഇത്? അന്നങ്ങോട്ട് ചെന്നേ. അല്ല പിന്നെ അവൻ പറഞ്ഞ പോലെ പോയില്ലേ നമ്മുടെ സോറി പറയാനൊക്കെ പറഞ്ഞു. നമ്മള് സോറി, ഞാനല്ലേ അവനോട് സോറി പറഞ്ഞ. ബ്രോയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ഞാൻ പറഞ്ഞു. എന്താ പറയാ, അങ്ങോട്ട് ചെല്ലോടാ. ചക്കായും കുറുപ്പ് ഞാൻ എന്താ അങ്ങോട്ട് വരുന്നത്? വന്ന് എവിടാ മാക്ക എവിടാ? ഫാൽക്കനോട് എന്നെ ക്ഷമ ചോദിച്ചേരെ. എവിടെയാടാ മാക്ക? എവിടാ? ഓ അവിടെയാ. നമ്മളും വരട്ടെ. എന്നെ വണ്ടി കയറ്റു. ചക്കയുടെ വണ്ടി കയറ്റോ? ഈ ഓടുന്ന തറയില് മുതുക്കില് ഇവിടെ ഉണ്ടോ? ഈ മുതുക്കില് അലക്സിനോടെ കയറ്റിക്കോടെ വണ്ടിയില്ലേ? അലക്സേ വാടാ. അലക്സേ സോൾവിംഗ് ഒന്നുമില്ലേ? അവന്റെ കൊണക്കുള്ള കൊടുക്കണം. അലക്സിന്റെ വണ്ടി അല്ലല്ല ഇതിൽ തന്നെ. അലക്സ ഇതിൽ തന്നെ ഇരുന്നോട്ടെ. വണ്ടി ഇറങ്ങണ്ട. എന്തേലും ഉണ്ടെ ഇറങ്ങി. ചിലപ്പോ എന്തായാലും അടിയാവത്തില്ലേ? ചിലപ്പോ സംസാരമായിരിക്കും. നിങ്ങൾ എന്തായാലും റെഡി ആയി നിന്നോ. ഞാൻ വേറെ വണ്ടിയാ. ഞാൻ ചക്കയുടെ വണ്ടിയില്ല. ഞാൻ റേഡിയോ ഒന്ന് ഇതാവട്ടെ. ഹലോ ഞാൻ എന്റെ സൈഡ് ഒന്ന് പറയട്ടെ മാക്കെ. എന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടിക്കകത്തിരിക്കുകയാണ് ഗ്യാങ് വണ്ടിയിൽ MRCയുടെ. അപ്പൊ ഞാനും മാൽപ്രോയും ഫാൽക്കണിന്റെ ഗേൾ ഫ്രണ്ടായിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ടക്കായി TJയില് ആരായിട്ട് എന്തോ TJയിൽ ആരോ എനിക്ക് ഒന്ന് പേരാണ് അങ്ങോട്ട് ചോദിച്ചു. അപ്പം ടക്കായി പറഞ്ഞ പറയാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പേടിയായിരിക്കും എന്ന് പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ടോ? ഡ്രേക്ക് ഉണ്ടോ? ഡ്രേക്ക് ഇവിടെ ഉണ്ടെങ്കിൽ പുള്ളി വിളിച്ചതിന് പുള്ളിക്ക് മനസ്സിലാവില്ല. അപ്പൊ അടുത്ത കോളെന്ന് പറഞ്ഞാൽ ചിലപ്പോ പേര് പറയാൻ പേടിയായോണ്ടായിരിക്കും ചോദിച്ചു പറഞ്ഞു. പേര് പറയാൻ പോലും ഇതില്ലെങ്കിൽ മോക്കിയെന്ന രീതി പറഞ്ഞു. അപ്പൊ ഞാനപ്പം വണ്ടിക്കകത്ത് ഇരിക്കുകയാണ് ജോസുട്ടി. ആളാന്ന് അറിഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞത് ഓൾറെഡി 2 മിനിറ്റ് മുമ്പ് ഞാൻ സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ ബ്രേക്കിന്റെ അടുത്ത്. 2 മിനിറ്റ് ഞാനിപ്പോ സീൻ കണ്ടതാണ്. ടെക്കായി എടുത്ത് ആദ്യം പേര് ചോദിച്ചപ്പോ ആരോട് പറഞ്ഞില്ല. പിന്നെ എന്തോ ഒരു സാധനത്തിൽ അത് റിയാക്ട് ചെയ്യാൻ പോയി. പേര് പറയാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞു ടെക്കായി. അവൻ മര്യാദക്കല്ലേ പറഞ്ഞത്. അവ അല്ല ദേഷ്യപ്പെട്ടല്ല പറഞ്ഞത്, മര്യാദക്കാണ് പറഞ്ഞത്. അതെനിക്കറിയാം ബ്രോ. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ MR സെറ്റ് ആകുമ്പോൾ നമ്മൾ ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ലാത്ത കണക്ഷൻ വെച്ചാണ് പോകുന്നത്. അപ്പൊ ഒരു ഗാങ് ഡ്രസ് നമ്മുടെ ഇപ്പൊ ഈവൻ ടീച്ചറെ ഗാങ് ഡ്രസ് ആണെന്നുണ്ട് അങ്ങനെ അതല്ല ഞാൻ വേറെ ജോസൂട്ടി. അപ്പൊ അത് ഓരോരുത്തരുടെ മൂഡാണ്. ഇപ്പൊ ജോസൂട്ടി ഇപ്പൊ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ജോസൂട്ടി എടുത്ത് ഒരുത്തൻ പേര് വന്ന് ചോദിച്ചു. അപ്പൊ എല്ലാത്തർക്കും ഓരോരുത്തരുടെ മൂഡാണ്, മനസ്സിലായില്ല. അപ്പൊ അവ ആ സമയത്ത് അങ്ങനെ ഇരുന്നോണ്ടാണ് അവ അങ്ങനെ സംസാരിച്ചത്. അപ്പൊ അപ്പൊ ഓൾറെഡി അവൻ സിറ്റുവേഷനിലൊക്കെയാണ്. അപ്പൊ ട്രിഗേർഡിലായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിന്റെ അടുത്ത് വന്നിട്ട് പേര് ചോദിക്കുമ്പോ അവൻ അങ്ങനെ പറയത്തുള്ളൂ. അതിപ്പോ അവന്റെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഈ പേര് ചോദിക്കുന്ന ഓക്കെ, അത് ശരി പറഞ്ഞില്ല, സമ്മതിക്കുക. അത് കഴിഞ്ഞിട്ട് നീ വണ്ടി എടുത്ത് വിട്ടോളാം എന്തിനാണ് പറയണത്?
എടാ നീ അല്ലല്ല എന്റെ ഒരു ചോദ്യം അല്ലല്ല പേടിയാണ് അല്ലല്ല വെയിറ്റ് ഒരു ജോസൂട്ടി അതിന് മുമ്പ് ഇടയ്ക്ക് അല്ലല്ല ജോസൂട്ടി അതിന് ഇടയ്ക്ക് അല്ല ഈ രീതിയിലാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിൽ എനിക്ക് നേരെ സംസാരിക്കാൻ അറിയാം, മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അറിയാം ബ്രോ, മനസ്സിലായില്ലേ? എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അറിയാം, ദേഷ്യപ്പെടാതെ സംസാരിക്കാൻ അറിയാം. പിന്നെ അല്ല അതല്ല അല്ല ഞാൻ അവനോടാ പറഞ്ഞത് ഞാൻ മര്യാദക്കല്ലേ സംസാരിച്ചത്. അവൻ വന്നിട്ട് ഇങ്ങനെയൊന്നും അല്ല സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാനിതായി പറയുന്നത് നമ്മളൊരു ഇത് അങ്ങോട്ട് കാണിക്കുമ്പോഴത്തേക്ക് ലൈക്ക് തിരിച്ചൊരു അല്ലല്ല ജോസൂട്ടി ഇതിന്റെ ഇടയ്ക്ക് ഒരു അല്ല മാക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ട്. ഞാൻ ആ വണ്ടി എടുത്ത് വിട്ടോന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് അവൻ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു എന്താ നിങ്ങൾക്ക് പേടിയാണോ, പേര് പറയാൻ പേടിയാണോ, അതെന്താ വിഴുങ്ങിയോ? അതുണ്ടായിരുന്നല്ലോ. അങ്ങനെയല്ല, അതും പറഞ്ഞിട്ടില്ല ബ്രോ. എന്തായിരുന്നു പറഞ്ഞ പേര് പറയാൻ നീ എന്താ പറഞ്ഞ? ഞാൻ പേര് പറയാൻ താല്പര്യമില്ല. നീ എന്താ പറഞ്ഞ? പേര് പറയാൻ താല്പര്യമില്ല. പിന്നെ എന്തോന്നാണ് ഞാൻ ചോദിച്ചത്, എന്തോന്നാണ് ചോദിച്ചത്, അല്ല പേരിന് വേറെ ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ നമ്മള് പറഞ്ഞത് വണ്ടി എടുത്ത് വിട്ടോ, ആ മര്യാദ വിട്ടോന്ന് പറഞ്ഞ നീ ഇങ്ങനെയല്ല കേട്ടാ. ഞാനല്ലാതെ ഞാനാ പറഞ്ഞത് ബ്രോ. ബ്രോ നീ എന്റെ മെക്കിട്ട് കേറിയില്ലേ നീ? എടാ നീ എടാ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു മൊണ്ണകൾ പിടിക്കാൻ അത് മൈൻഡ് ആക്കണ്ട കേട്ടോ ആര്യം. അല്ല ജോസൂട്ടി, ഞാനിത് ഓൾറെഡി കൊമ്പന്റെ അടുത്ത് പറഞ്ഞാണ്. അവരുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു 2 മിനിറ്റ് ഡ്രൈക്ക് എന്നിട്ട് സംസാരിച്ചിട്ടാണ് കത്തിപ്പോയത്. എനിക്കും അതാ പറയുള്ളൂ. എനിക്ക് ഞാൻ പറയട്ടെ, നീ എപ്പോഴും നീ ഒരേ സ്വഭാവമല്ല നീ വെക്കുന്നത് നമ്മളോട്, മനസ്സിലായ? എന്റെ പൊന്നളിയ അല്ല ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അല്ല വെയിറ്റ് ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ജോസൂട്ടി ഇപ്പൊ ഇവിടെ നിൽക്കല്ലേ, ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ? അപ്പൊ ജോസൂട്ടിയുടെ ഗ്യാങ്ങിലെ മെമ്പർ എന്നോട് പറഞ്ഞു നിന്നെയൊക്കെ കാണിച്ചു തരാം, നീയൊക്കെ താങ്ങി വരുന്നത്, നീയൊക്കെ വൈകിട്ടാവുമ്പോ സോറി പറയാൻ താങ്ങൂന്നൊക്കെ. അതെന്താണെന്ന് ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊക്കെ താങ്ങികളല്ലേ, അതൊക്കെ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മളതായോണ്ട് അത്രയും വൾഗറായോണ്ടാണ് അവനെ വിട്ടത്, കാരണം വൾഗറാക്കാൻ താല്പര്യമില്ല. വൾഗറായിട്ട് വിട്ടിട്ട് നീ ഗ്യാങ് ഹൗസ് ഇട്ട് ഇടിച്ചില്ലടാ. ബ്രോ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. കളിക്കാൻ വന്നേക്കുന്നത് എടാ എനിക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. നമുക്ക് മാക്ക് ഇത് ഇവിടെ ഇട്ടങ്ങ് തീർക്കട്ടെ. എടാ വാണിംഗ് ഫയർ കൊടുത്ത് അടിക്കാൻ കണക്കുന്ന ഫാൽക്ക മേളിൽ കയറി അടിച്ചോ. അടിച്ചോ എന്റെ കോള അടിച്ചോ എല്ലാരും അടി ഇവിടെ ഇട്ടടി. കവറെടുത്തടിക്കേ പണിക്കേ കൊണക്കണ്ട. ഇത് അല്ല അമ്പി അല്ലല്ല മേലെ അമ്പി എന്ന് വിളിക്കലെന്ന് പറഞ്ഞത്. അവൻ മര്യാദയ്ക്ക് സംസാരിക്കാൻ അവന്റെ അമ്പിയും കുമ്പിയും വിളിക്കാൻ വരുന്ന അവന്റെ അമ്പി വിളി. എടാ സംസാരിച്ച് മര്യാദയ്ക്ക് തന്നെ അവൻ വന്ന് നീ കൂടുതൽ അമ്പി കളിക്കില്ലേ എന്റെ അടുത്ത്? അത് മറ്റേ ആ ഡ്രേക്കാ അവന്റെ പേരെന്തോ, ആ ഓസ്ട്രേലിയ വിട്ടാൻ തന്നെ അവനെ എടുത്തോ. എടാ ഇതെന്തോ ലിഫ്റ്റ് അപ്പ് ആണോ ഡ്രാഗ് ആണോ ചെയ്യണ്ടേ? ഡ്രാഗാ ഇതെങ്ങനെയാ കയ്യിന്ന് പോകുന്നില്ലല്ലോ, എങ്ങനെ കളയുന്നേ?
ഹലോ അമ്മ, ദാ വന്ന് ഗൈസ് ഞാനൊന്ന് പോയി ചായ എടുത്തിട്ട് വരട്ടെ, അല്ലെങ്കിൽ തണുത്തു പോകുന്നു. അവന്റെ ഡ്രേക്കിനെ മാത്രം വെറുതെ അമ്പീന്ന് വിളിച്ചോണ്ടല്ലോ അല്ലല്ല അല്ലല്ല ആ ഒരു സംസാരം അല്ലല്ല. നമ്മൾ മാന്യമായിട്ടാണെങ്കിൽ ഞാൻ ഇത്ര നേരം മാന്യമായിട്ട് സംസാരിച്ചില്ലേ ജോസ്? മാക്കെ ഞാൻ ജോസൂട്ടിനെ മര്യാദയ്ക്ക് മാറ്റി നിർത്തിയിട്ട് ജോസൂട്ടി ഞാൻ ജോസൂട്ടി അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക മര്യാദക്ക്. നിന്റെ ടോൺ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, അപ്പൊ ഇപ്പൊ എന്താണ് അതൊക്കെ നമ്മൾ ഒരു പ്രശ്നമില്ല. അവനാ വന്ന് ഉണച്ചത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞാണ് കൊമ്പന്റെ അടുത്ത് ആദ്യമേ. അല്ല അത് കുഴപ്പമില്ല. ഇവരെ വിട്ടേ. അലക്സ എന്നെ ഒന്ന് ഹോൾഡ് ചെയ്താടാ അലക്സ ഒരു മിനിറ്റ്. ക്യാരി ചെയ്ത് എടാ വെടിവെക്കല്ലേ, ഫയർ ചെയ്യല്ലേ, തോക്ക് മാറ്റി വെച്ചേ. 2 മിനിറ്റ് ഞാൻ ചാറ്റൊക്കെ ഒന്ന് നോക്കട്ടെ, കാരണം ചാറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. നോ ഹേറ്റ് ടു TJ. നോ TJക്ക് ഹേറ്റ് ഒന്നും ഇല്ല ബ്രോ, TJക്ക് ഹേറ്റ് ഒന്നും ഒരു ഹേറ്റും ഇല്ല, ആർക്കും ഹേറ്റ് ഇല്ല ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോയതാണ്. നിങ്ങൾ എൻ്റെ ലൈവ് കണ്ടു കാണും. അവൻ ഇച്ചിരി മുടയടിച്ചാണ് അവൻ സംസാരിച്ചത്. അങ്ങനെ മുടയടിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ് നല്ലത്. അപ്പൊ അവിടെ ചെന്നിട്ട് അവൻ്റെ അടുത്ത് ജോസൂട്ടിയുടെ അടുത്തൊക്കെ ഇപ്പൊ ഒരു ഗ്യാങ്ങിന്റെ ഓപ്പോസിറ്റ് കളിക്കുമ്പം ഇപ്പം സിറ്റുവേഷൻ ആകുമ്പോൾ അത് പല രീതിക്കും വരും. ഇപ്പൊ നമ്മളൊരു കാര്യം സംസാരിക്കാൻ പോകുന്നിടത്ത് ഞാനൊരു മെമ്പറാണ്. അപ്പം മെമ്പറെ എൻ്റെ അടുത്ത് പുള്ളി റെസ്പെക്റ്റോടെ സംസാരിക്കുമ്പോൾ ഞാനും അവനോട് റെസ്പെക്റ്റോടെ തന്നെ സംസാരിക്കണം. അപ്പൊ ഞാൻ അവനോട് മര്യാദയ്ക്ക് സംസാരിക്കുമ്പോൾ നിന്റെ ടോൺ ഇതല്ലായിരുന്നല്ലോ നേരത്തെ, അല്ല അങ്ങനത്തെ കുണ്ണ സംസാരമൊക്കെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ ഇരുന്ന പോലെ ഇരിക്കും. അങ്ങനെ അതിനുള്ള ഒരു കാലിബർ എനിക്കുണ്ട്. അതിപ്പോ എല്ലാ ഗ്യാങ്ങിനായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ടൈം എടുക്കും. പിന്നെ അമ്പീന്ന് വിളിച്ചിട്ട് കേട്ടോണ്ട് പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അമ്പീന്ന് വിളിച്ചിട്ടും കേട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ അമ്പി ആവുന്നത്. അമ്പീന്ന് വിളിച്ചോ അമ്പീന്ന് വിളിച്ചാൽ അടിക്കുക. കുറുപ്പിന്റെ ഒറ്റ ലൈവ് കൊണ്ട് ഫാനായി കളഞ്ഞു. ഫാൻ ഗൈസ് എല്ലാവരും MRCയുടെ ഫാനാകും, കുറുപ്പിന്റെ അല്ല. ഞാനിവിടെ വന്നത് MRCനെ പൊക്കാനാണ്. എല്ലാരും MRCയുടെ ഫാനാകും. WMRC നോ ഹേറ്റ് ടു TJ, ജസ്റ്റ് സിറ്റുവേഷൻ. TJയുടെ സിറ്റുവേഷൻ ഒന്നും ഇല്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ തൂറുമ്പോ ഇടയിൽ കൂടെ വളിയുടെ സൗണ്ട് കേട്ടോണ്ട് പിടിക്കാൻ കുറച്ച് മാണങ്ങൾ വരും. അങ്ങനെ കുറച്ച് മാണങ്ങളുണ്ട്. അത് അങ്ങനത്തെ എന്ത് ചെയ്യാനാണ് നമുക്ക്? അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേണ്ട നോക്കി വരെ വന്ന് നിന്ന് മലയില് കുറച്ചു മുമ്പേ. അപ്പൊ അത്രയ്ക്ക് കടിയാണ്. കണ്ടോ, കടിക്കും ബ്രോ, കടിക്കും, ചിലപ്പോ കടിക്കണമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവരമുള്ള ഗ്യാങ് കാണിക്കുന്നതാണോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ? ചാറ്റ് ഇടുന്നത്, ഐ മീൻ ലൈവ് കണ്ട് ചാറ്റ് വന്നിരുന്നത്. ലവ് യു ടു ഗൈസ്. ഞാൻ എന്തെങ്കിലും ഇത് മിസ്സായോന്ന് എനിക്കറിയില്ല. പേടിഎം സെർവറൊക്കെ ഓക്കെ ഇല്ല, മിസ്സായിട്ടില്ല. ലാസ്റ്റ് നമ്മുടെ ജിതിൻ ബ്രോ തന്നെയാണ്. താങ്ക് യു ഗൈസ്. എന്തായാലും ഇത്ര അയച്ചു സൂപ്പർ ചാറ്റ്, ഗൂഗിൾ പേ ഒക്കെ താങ്ക് യു ഗൈസ്. ഇന്ന് ഡബിൾ സൈഡ് ഓഫ് MRC ഹോസ്റ്റേജ് ഇപ്പൊ പൊങ്ങിയിട്ട് ഇപ്പൊ വരും. ഇറക്കിയോ കുരിശുകളൊക്കെ ഇവിടെ നിൽക്കല്ലേ, മാറി കുരിശുകളൊക്കെ. നല്ലൊരു ഡാൻസ്, എനിക്ക് ഇഷ്ടമുള്ള ഡാൻസ് പാട്ട് റിപ്പയർ ചെയ്യണ വണ്ടി കിട്ടി ലോക്കൂലാക്കാതെ. ബ്രോ ഈ TJ അമ്പികളാണ്, ബ്രോയ്ക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ അടിച്ചാലും അവർ കാണും. ബ്രോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ മാത്രം സിംഗിൾ ഡിസിഷൻ അല്ല. ഇപ്പൊ ഗ്യാങ്ങിൽ ഇത്രയും പേരുണ്ട്. അപ്പൊ ഗ്യാങ്ങിലെ എന്നെ കാട്ടിയും ഹൈറാർക്കി ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് മാക്കും ഷേക്കും ഷമീറൊക്കെ.
ആക്കാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അവര് നിൽക്കുന്ന അവരുടെ ഇപ്പൊ ഞാൻ ഐജിയിലാണെങ്കിൽ ഐജിയിൽ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോൾ ഞാൻ മാക്കിനോട് ചോദിച്ചു ഞാൻ അടിക്കാൻ പോകുമെന്ന് പറഞ്ഞു. മാക്ക് എനിക്ക് കമാൻഡ് തന്നു അടിച്ചോ. ഓക്കെ പിള്ളേരെ വെച്ച് ഞാൻ അടിപ്പിച്ചു. അപ്പൊ തന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ അടി കഴിഞ്ഞുള്ള പരിപാടി അവരുടെയാണ്. കത്തിക്കോ എന്നുള്ള സെക്ഷൻ അവരുടെയാണ്. അവർക്ക് നിന്റെ കയ്യിലൊരു ഹലോ എടാ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. ഗ്യാങ്ങിലുള്ളത് ഇങ്ങോട്ട് കൊച്ചുമൊണ്ണ നീ എന്തോ പറഞ്ഞ വാണമ്മേ നിന്റെ വായ്പ വിളിച്ചാൽ മതി. മനസ്സിലായ നീ എന്തോ വാണമ്മേന്ന് വിളിക്കാൻ നീ ആരാടാ? അവനെ അല്ലല്ല അവനെ ഷെയ്ക്കൻ ഇവിടെ അവൻ കൊല്ലല്ലേ അവനെ കൊല്ലല്ലേ അവൻ എന്തായാലും ഇത്ര നേരം ഫിയർ കാണിച്ചല്ലേ ടൈം കൂടിട്ട് അവ ഇവിടെ നിന്ന് മൂഞ്ചട്ട് അവ ആരാ ഷെയ്ക്കിനെ വാണമ്മേന്ന് വിളിക്കാം. അവന് ഈഗോ ആണ് പാട്ടി തായോളി. എടാ കൊച്ചുമൊണ്ണ എനിക്ക് സെർവർ ഇവിടെ ഇതായിപ്പോയി. എന്റെ സ്വഭാവം ഇതല്ല. ഒരാളെ വാണമ്മേന്ന് വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ബ്രോ. കണ്ട ഹോസ്റ്റേജ് ആയിട്ട് അവനൊരു ഗൈസ് ഇതൊക്കെ ഒരു RP അല്ലേ ബ്രോ. RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPയുടെ സെൻസി എടുക്കാൻ പഠിക്കണം. മനസ്സിലായില്ല. ഇന്നലെ ഞാൻ ഹോസ്റ്റേജ് ആയിരുന്നല്ലോ. ഞാൻ എന്റെ ഹോസ്റ്റേജ് സിറ്റുവേഷൻ എന്താണെന്ന് T47 അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. അതൊരു സെർവറിന്റെ റൂളാണ് ബ്രോ. സെർവറിന്റെ റൂൾ നമ്മളത് നോക്കി ചെയ്തു പോയാലേ പറ്റത്തുള്ളൂ. ഗോഡ് കോൾ 2000 കോമൺ ലോക്കർ മാറ്റി കുറിപ്പ് കൂളാവും. ഞാൻ കൂളാണ് ബ്രോ. കൂളാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഒന്നാമത്തെ കാര്യം. ഞാൻ ഈ കൂളാവേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഷെയ്ഖിനെ പറഞ്ഞപ്പോ തന്നെ അങ്ങനെ എന്റെ ഗ്യാങ്ങിനുള്ള ഒരു മെമ്പറിനെ പറഞ്ഞു കഴിഞ്ഞു. മെമ്പറല്ല, പുള്ളി ലീഡറാണ്. ഐ മീൻ കോ ലീഡറാണ്. അപ്പം ഗ്യാങ്ങിലുള്ള ഓരോരുത്തരെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അല്ല പാട്ട് പാടാൻ പറഞ്ഞില്ല, ഡാൻസ് എനിക്കിവിടെ ഒരു ഗ്യാപ്പ്. അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സിനോട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നാണം കെടുത്താൻ വേണ്ടി ഇനി കളിച്ചോ ആ ഹെഡ്സെറ്റ് ഒരു മണി കാണിക്കും. മനസ്സിലായോ? ഞാൻ മെസ്സ് അടിക്കണില്ല. ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടി ഡാൻസ് കളിക്കും ആണല്ലേ? ആണല്ല നീ പെണ്ണാന്ന് മനസ്സിലായി. ആ അത് നിന്റെ ഹൗസിൽ രണ്ടൂന്ന് ലീഡറും കോ ലീഡറൊക്കെ പറയൂടാ. നീ എന്ത് എടാ ഇത് നമ്മുടെ ഹൗസാണ് പോലെ. എടാ ഹോസ്റ്റേജ് അവിടെ ഇരുന്നാ മതി കേട്ടാ. ഞാൻ പലവരെയും പറയും നീ ഹോസ്റ്റേജ് എടുക്കുമ്പോ ആക്കുന്നിട്ട് അവിടെ പറഞ്ഞാൽ മതി. പിന്നെന്തിട്ട് പിന്നെ മര്യാദ സംസാരിച്ചില്ലേ അപ്പൊ വീട്ടിലിരിക്കുന്ന പലരെയും പറയും മോനെ കേട്ടാ മോനെ. അതെ അതിന്റെ പേരിൽ ട്രിഗർ ആവണ്ട മോനെ അങ്ങടെ അധികം. അത്രേ ഉള്ളു. അണ്ണാന്ന് വിളിച്ചോ നീ കുറച്ച് നിങ്ങക്ക് ആ മാട്ടിട്ട് ഞാൻ നിന്നെ അവിടെ കേട്ടരാ. അതാ നീ അത് നടന്നീ മനസ്സിലാടാ. അണ്ണാടാ മറ്റേ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഹാപ്പി അല്ലേ നിന്നെ പോലെ ഒരു. പക്ഷെ അത്ര ഹാപ്പി അല്ല നിന്നെ പോലെ ഒരു തീട്ട കണ്ടിനെ കൊണ്ടുവന്നില്ല. അത്ര ഹാപ്പി അല്ല. തീട്ട മണക്ക് നിന്റെ അടുത്തൊരു എന്തൊരു മണോണ്ടാ. ശരിയാണ്. എന്താണത് ഭരതനാട്യം കളിക്കണ പാട്ട് പാടുற മോനെ. വർണ്ണിച്ച് പാടകള് പാട്ടൊക്കെ പാട്. 2 പാട്ട് പോരെ 10 പാട്ട് പാടണം നീ ഇവിടെ നിന്നിട്ട്. ആ പോരട്ടെ. ഇവനെ മുതുക്ക് കൊണ്ടുപോയാൽ പാട്ട് പാടി ഡാൻസ് കളിക്കുക. അഡ്മിനാണ് ബ്രോ വിളിക്കുന്നത്. സംസാരിക്കുന്ന കേക്കാം പറഞ്ഞോ ബ്രോ. ഒന്നിങ്ങോട്ട് വന്നേ ബ്രോ. ഒന്ന് മാറിക്കേ. ഷിബു ഒന്ന് മാറിക്കേ.
അതാണ് കൊണ്ടങ്ങട് കേട്ടാ ഇവനെ കുറച്ച് ഹ്യൂമിലിറ്റി ആണ് അയാളുടെ മുതുക്ക് കൊണ്ടിട്ട് ഡാൻസ് കളിപ്പിച്ചത്. വേണ്ട വേണ്ട അങ്ങനെ ചേട്ടാ അങ്ങനെ ചേട്ടാ അവന്മാരെ ഇതിനകത്ത് ട്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് അല്ല അവന്മാരെ ട്രാക്ക് ചെയ്തോണ്ടല്ല കൊടുത്തിട്ട് വിട്ടാ മതി, എല്ലാവരും കൊടുത്തിട്ട് വിട്ടാ മതി. എല്ലാരും അവനക്ക് ശരിക്കിനവാണെന്ന് വിളിക്കാമെങ്കിൽ അവന്റെ കൊമ്പാച്ചിനെ എല്ലാ അച്ഛനെയൊക്കെ ഞാൻ വിളിക്കും. അവന്റെ കളി അടിക്കലേ ഞാൻ എന്റെ അങ്ങനൊന്നും പറ്റില്ല, അങ്ങനൊന്നും പറയില്ല, പറയാൻ പറ്റത്തില്ല. ബംഗാളെമ്പാടും ചുറ്റം ഇവിടെ നീന്തവും റേഡിയോ കണക്ട് ചെയ്തിട്ട് MRC എടുത്ത് പറയണമായിരുന്നു ഞങ്ങൾ ഇനി പ്രീ വാർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഒരു ഹോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രീ വാർ പറയട്ടെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. രണ്ട് ലിയോനെ എടുത്ത് പുറത്തിട്ടാ വീണ്ടും ഈ 2-3 ലിയോ എടുത്ത് ക്യാമ്പസിൽ പുറത്തിട്ടാ കഴിയുമ്പോ അടുത്തിടാം. മൾട്ടി ടോക്സ് നല്ലോണം തുടക്കട്ടെ. അല്ലെങ്കിൽ ഇത് ഇൻഷുറൻസ് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. വാശി പോണ എന്ത് ചെയ്യണം? ഡ്രസ് മോനെ കൊടുത്തോണ്ട് ഈ ലീസ് കൊടുത്തോണ്ട് അവന്റെ അടുത്ത് ആരാണ് നടക്കാൻ പറഞ്ഞത്? അവിടെ ഇരിക്കടാ, ഇവിടെ ഇങ്ങോട്ട് അവനോട് ഹീലിങ്സ് മോനെ എണീച്ചിരിക്കി. നിന്നോട് ഞാൻ സുഖവാസത്തിനോടന്നല്ല എണീക്കട മോനെ. മഞ്ഞത്ത് കിട്ടമ എണീക്ക്, മഞ്ഞ ഷൂട്ട് വന്നേക്കുന്നവൻ. നീ എന്തിനാണ് ഇടക്കിടക്ക് റിഫ്രഷ് അടിക്കണത്? ഓ അല്ല എന്റെ മറ്റേ ഇവിടെ ചെയ്തു വെച്ചേക്കാണ് മനസ്സിലായി. ആണോ? ആ ഇതുപോലെ കിടന്നേ ഒരുമിച്ച് കഴിയാം. ഞാൻ നടക്കാം. എന്റെ കാലൊന്നും നക്കി മോനെ. കേട്ടില്ല. എണീച്ചേക്ക് മോനെ, എണീച്ചേക്ക് മതി. ഡ്രസ് നീ എന്തിനാണ് ഡ്രസ് ഇടുന്നത്? എണീച്ചിക്കടാ. നിന്റെ ഗ്യാങ്ങിന് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഡ്രസ് മോനെ എണീച്ചേക്ക്. ഒരു സാധനം തരാം, അതടിക്കണേ മോനെ. എണീക്ക് മോനെ, എണീച്ചേക്ക് മോനെ. എന്നാ അവിടെ മാറിക്കല്ലേ, അടുത്തുനിന്ന് മാറിക്കടാ. നീ വീട് ചുറ്റി ഓടാൻ പറ്റുമോ? ഓടിച്ച് ഇവിടെ തന്നെ എത്തണം. പക്ഷെ പരിചയമുണ്ട് തോന്നുന്നുണ്ട്. ഈ കോമ്പൗണ്ട് വിട്ട് പോകാൻ പിന്നാലെ ഓടണ്ടാ, പിന്നാലെ ഓടണ്ട. ഓടും വണ്ടിയൊക്കെ തുടക്ക്. അവിടെ പാട്ടൊക്കെ പാടി തുടച്ചോനെ. വിരിയട്ടെ മസിലൊക്കെ അങ്ങോട്ട്. എന്താണ് നീ പാത്രം കഴുകാതിരിക്കണം? വണ്ടി മോളിലൊക്കെ തുടക്ക്. MR സെറ്റ് എന്നുള്ളത് തുടക്ക്.